അന്ന് സി പി ഐയുടെ ഭാഗമായിട്ടിരിക്കുമ്പോൾ സി പി ഐ ഈ വിഷയത്തിൽ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല. അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ആ സമയത്ത് എനിക്ക് വന്നൊരു ഫോൺ കോളിൻ്റെ അടിസ്ഥാനത്തിൽ, റിപ്പോർട്ടർ ചാനലാണ് വിളിച്ചത്, അന്ന് ഫോൺ കോളിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടേണ്ടി വന്നത്. അതിൽ ചോദിച്ച ചോദ്യങ്ങൾ തീർത്തും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വിധം ചോദ്യങ്ങൾ ആധികാരികമായി ചോദിക്കാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു പോയിന്റിൽ നിൽക്കേണ്ട ഒരു വ്യക്തിയല്ല ഞാൻ. അപ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടത് ഒരു വനിത എന്നുള്ള നിലയ്ക്ക് എൻ്റെ ആവശ്യം കൂടിയാണ്. അപ്പോൾ അതിനെതിരെ പ്രതികരിച്ചു. അതിനുശേഷം അതിനോടൊപ്പം തന്നെ നമ്മൾ കണ്ടു കോൺഗ്രസ് പാർട്ടി ഈ വിഷയത്തിലെടുത്ത നിലപാട് എന്താണെന്ന്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, KPCC അധ്യക്ഷൻ, യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാവരും എടുത്ത നിലപാട് നമ്മൾ വളരെ വ്യക്തമായി കണ്ടു. തീർച്ചയായിട്ടും ആ പാർട്ടി എടുത്ത നിലപാടിനോട് തന്നെയാണ് ഞാനും യോജിക്കുന്നത്. പാർട്ടി എടുത്ത നിലപാട് തന്നെയാണ് എൻ്റെയും നിലപാട്. അത്ര മാത്രമേ വിഷയത്തിൽ പറയാനുള്ളൂ. സ്വാഗതം ചെയ്യുന്നു. പരാതിക്കാരി ഉണ്ട് എന്നുള്ളത് വളരെ നല്ല കാര്യം. കാരണം ഇനിയെങ്കിലും പരാതിയില്ലാത്ത, വെറും ഇതിലൊന്നും വിഷയമില്ലാത്ത നിരപരാധികളായിട്ടുള്ളവരുടെ പേര് ഇതിലേക്ക് വലിച്ചിഴക്കപ്പെടുന്ന ഒരു അവസാനം ഉണ്ടായി എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. പരാതിക്കാരി മുന്നോട്ട് വന്നതിനെ തീർത്തും സ്വാഗതം ചെയ്യുന്നു. നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോവുക. ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമപരമായി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ശിക്ഷിക്കപ്പെടേണ്ട ആൾ തന്നെയാണ്. അപ്പോൾ ഈ വിഷയത്തിനകത്ത് ഉള്ള വസ്തുതകൾ എന്താണെങ്കിലും എനിക്ക് വ്യക്തിപരമായി കൂടി പറയാനുള്ളത്, ഒരു നിയമസഭാ സാമാജികൻ, ഒരു പൊതുപ്രവർത്തകൻ, സർവോപരി എല്ലാവരും ഈ കഴിഞ്ഞ ഒരു 3-4 മാസക്കാലമായിട്ട് ഒരുപാട് സ്ക്രീൻ ടൈം, എയർ ടൈം കിട്ടിയ ഒരു വിഷയം. അപ്പോൾ അതിൽ ഇത്രയും വൈകിയാണ് 4 മാസം പരിശ്രമിച്ചിട്ടും ഒരു പരാതിക്കാരി ലഭിച്ചു എന്നുള്ളത് നല്ല കാര്യമാണ്. ആ പരാതിക്കാരി ഉറപ്പായിട്ടും, അവരുടെ പരാതി ജനുവിനാണെങ്കിൽ ഉറപ്പായിട്ടും നീതി ലഭിക്കണം. അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ അതിനകത്ത് നിയമസഭാ സാമാജികൻ, പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഉറപ്പായിട്ടും ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിക്കണം. ആ പ്രതികരണമാണ് കേരള സമൂഹവും ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നുള്ളതാണ് വസ്തുത. പ്രതികരണം ഉണ്ടാവണം.